ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം അത് ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാം എന്ന് നോക്കാം. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഞാൻ ഇൻട്രോ കുറയ്ക്കുകയാണ്. അപ്പം നമുക്ക് സെൻറ്റൻസിലേക്ക് പെട്ടെന്ന് കിടക്കാം. അതായത് ഇവിടെ മലയാള സെൻറ്റൻസ് കുറവായിരിക്കും, ഇംഗ്ലീഷ് ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ സെൻറ്റൻസുകൾ കാണുക. അതിനുശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്ന് ഞാൻ മോൻ്റെ സ്കൂളിലേക്ക് പോയ ഒരു അനുഭവമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ പോകുന്ന സമയത്ത് അത് ഓൺ ദി സ്പോട്ടിലാണെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്നത് കഴിഞ്ഞ കാര്യങ്ങളാണ്, പക്ഷേ അത് ഓൺ ദി സ്പോട്ടിലാണെങ്കിൽ ഇപ്പം വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്, നീ എങ്ങോട്ടാ പോകുന്നത്, ഐ എം ഗോയിങ് ടു സ്കൂൾ അല്ലേ. അത് ഓൺ ദി സ്പോട്ടിൽ നമ്മൾ പറയും. പക്ഷേ നമ്മളിവിടെ പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങോട്ടാ പോയത് ഇങ്ങനെയല്ലേ ചോദിക്കുക. അപ്പൊ കഴിഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എങ്ങോട്ടാ പോയത്, വേർ ഡു യു ഗോ, വേർ ഡു യു ഗോ. എൻ്റെ മകന്റെ യൂണിഫോം വാങ്ങാൻ ഞാൻ സ്കൂളിലേക്ക് പോയി. എൻ്റെ മകന്റെ യൂണിഫോം വാങ്ങാൻ ഞാൻ സ്കൂളിലേക്ക് പോയി. ഐ വെന്റ് ടു ദ സ്കൂൾ ടു ബൈ മൈ സൺസ് യൂണിഫോം. ഐ വെന്റ് ടു ദ സ്കൂൾ ടു ബൈ അല്ലേ, ഞാൻ സ്കൂളിൽ പോയി വാങ്ങാൻ മൈ സൺസ് യൂണിഫോം. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചല്ലോ. അപ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെ നമ്മൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. ഇത് രണ്ട് രീതിയിൽ, പാസ്റ്റിലും പ്രസന്റിലും നമുക്ക് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്, വൈ ആർ യു ഗോയിങ് ടു സ്കൂൾ, വൈ ആർ യു ഗോയിങ് ടു സ്കൂൾ, എന്തിനാണ് സ്കൂളിലേക്ക് പോകുന്നത്. ഇനി അത് എന്തിനാണ് സ്കൂളിലേക്ക് പോയതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരിത്തിരി മാറ്റം വരുത്താനേ ഉള്ളൂ. വൈ ഡിഡ് യു ഗോ ടു സ്കൂൾ അല്ലെ, പാസ്റ്റ് ആയതുകൊണ്ട് ഗോ ടു സ്കൂൾ, വൈ ഡിഡ് യു ഗോ ടു സ്കൂൾ. ക്ലിയർ ആണല്ലോ. എൻ്റെ മകന്റെ യൂണിഫോം വാങ്ങാൻ അല്ലെ, എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാ പോയത്, എന്തിനു വേണ്ടിയാ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്, എൻ്റെ മകന്റെ യൂണിഫോം വാങ്ങാൻ. സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ടു ബൈ മൈ സൺസ് യൂണിഫോം, ടു ബൈ മൈ സൺസ് യൂണിഫോം. ഓക്കെ, ഞാനും മകനും കൂടി പോയി, ഞാനും മകനും കൂടി പോയി. എങ്ങനെ പറയാം, മൈ സൺ ആൻഡ് ഐ വെന്റ് ടുഗദർ, മൈ സൺ ആൻഡ് ഐ വെന്റ് ടുഗദർ. ഞാനും മകനും കൂടി പോയി. ടുഗദർ അതായത് ഒരുമിച്ച് പോയി എന്നുള്ളതാണ്. ഓക്കെ, ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഞങ്ങൾ പോയത്. ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് ഞങ്ങൾ പോയത്. We went at 2:30 in the afternoon. ഞങ്ങൾ തിരിച്ചു വന്നത് 3 മണിക്കാണ്. ഇവിടെയും കൃത്യസമയം പറഞ്ഞിട്ടുണ്ട്. We came back at 3 o'clock. We came back at 3 o'clock. ഓക്കെ, വീട്ടിലെത്തിയപ്പോഴേക്കും 4:30 മണി ആയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോഴേക്കും 4:30 മണി ആയിട്ടുണ്ട്. എത്തിയപ്പോഴേക്കും by the time we reached home it was 4:30. ഓക്കെ, നെക്സ്റ്റ് ഞങ്ങൾ ബസ്സിലാണ് തിരിച്ചു വന്നത്. ഞങ്ങൾ ബസ്സിലാണ് തിരിച്ചു വന്നത്. വി കെയിം ബാക്ക് ബൈ ബസ്, വി കെയിം ബാക്ക് ബൈ ബസ്. യൂണിഫോം വാങ്ങി വരുമ്പോൾ ഞങ്ങൾ കോൾ ബാറിൽ കയറി. യൂണിഫോം വാങ്ങി വരുമ്പോൾ ഞങ്ങൾ കോൾ ബാറിൽ കയറി. അപ്പം കയറി എന്ന് പറയുമ്പോൾ ഞങ്ങൾ പോയി എന്നുള്ളതാണ്. ഓൺ ദ വേ ബാക്ക് ആഫ്റ്റർ ബൈയിങ് യൂണിഫോം We went to a ജ്യൂസ് ഷോപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ നാടൻ മലയാളത്തിൽ പറയുന്ന പോലെ കൂൾ ബാർ എന്ന് പറയാം, അല്ലെങ്കിൽ ജ്യൂസ് ബാർ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പൊ കൂൾ ബാറിന് നമ്മൾ 3 രീതിയിൽ പറയും. ജ്യൂസ് ബാർ, ജ്യൂസ് ഷോപ്പ്, കൂൾ ബാർ എന്ന് പറയാറുണ്ട്. ഓൺ ദ വേ ബാക്ക് ആഫ്റ്റർ ബൈയിങ് ദ യൂണിഫോം we went to a juice shop. ഞങ്ങൾ 2 പേരും ജ്യൂസ് കുടിച്ചു. ഞങ്ങൾ 2 പേരും ജ്യൂസ് കുടിച്ചു. ബോത്ത് ഓഫ് us drank juice. പാസ്റ്റ് ആണ്. ബോത്ത് ഓഫ് us drank juice. ഓക്കെ, ഞങ്ങൾ ബസ് കാത്തു നിൽക്കുമ്പോൾ അവന്റെ സുഹൃത്തിനെ കണ്ടു. അവന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകന്റെ അല്ലെ. അപ്പൊ ഞങ്ങൾ ബസ് കാത്തു നിൽക്കുമ്പോൾ അവന്റെ സുഹൃത്തിനെ കണ്ടു. while we were waiting for the bus we saw his friend. while we were waiting for the bus, ഞങ്ങൾ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് we saw his friend. അവനും യൂണിഫോം വാങ്ങി വരികയായിരുന്നു. അവനും, ഇവിടെ നമുക്ക് ഓൾസോ യൂസ് ചെയ്ത് പറയാം, ടു യൂസ് ചെയ്ത് പറയാം കേട്ടോ. അവനും യൂണിഫോം വാങ്ങി വരികയായിരുന്നു. he was also coming back after buying a uniform. സിമ്പിൾ ആയിട്ട് പറയാൻ നല്ലത് നമുക്ക് ഓൾസോ യൂസ് ചെയ്ത് പറയാം. he was also coming back after buying a uniform. ഓക്കെ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ബസ്സിൽ കയറി. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ബസ്സിൽ കയറി. ഓൾ ഓഫ് us got on the bus together.
all of us got on the bus together. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ബസ്സിൽ കയറി. ഓക്കെ, വീട്ടിലെത്തിയപ്പോഴേക്കും കുറേ സമയമായിരുന്നു. By the time reached home, it was quite late. ഓക്കെ, സ്കൂളിൽ അവന്റെ എല്ലാ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. All his friends were at school. അവൻ വളരെ ഹാപ്പിയായി. He was very happy. അവൻ അവരോടൊക്കെ സംസാരിച്ചു. He talked to all of them. അവൻ അവരോടൊക്കെ സംസാരിച്ചു. ഈ വർഷം യൂണിഫോം മാറിയിട്ടുണ്ട്. എങ്ങനെ പറയാ? The uniform has changed this year. അപ്പോ ഇത്രയും സെന്റൻസ് ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നടന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്കറിയാവുന്നതും നമുക്ക് പറയാൻ ഈസി ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ളതും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കുറച്ച് സെന്റൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. എല്ലാവരും യൂണിഫോം വാങ്ങിയോ എങ്ങനെ ചോദിക്കും എന്നുള്ളതൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോസിലും അവസാനം ഒരു സെന്റൻസ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ തരുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകളും അത് ട്രൈ ചെയ്യുന്നുണ്ട്, കമന്റ് ആയിട്ട് അറിയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.